മലബാർ റിസോർട്ടിലാണ് നിങ്ങളിപ്പോൾ. അതിമനോഹരമായ ഒരു റിസോർട്ട്. വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ളത് വളരെ ഒരു മാർവലസ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണത്. ഒരുപാട് സ്ഥലത്ത് ഒന്ന് കാണിച്ചാൽ അറിയാം. ജസ്റ്റ് ഓഷൻ്റെ അടുത്തായിട്ട് തന്നെ ആണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. ഇതിലെല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഒരു കോർട്ടീസ് ആയിട്ടുള്ള വെൽക്കമാണ് തന്നത്. ഡൈനിങ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു മനോഹരമായ ഒരു ലോൺ ഉണ്ട്. ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ആ തകിടികൾ അതിൻ്റെ ബാക്കിലുള്ള താജ് മലബാർ റിസോർട്ട് വളരെയധികം ഇവിടെ ഫ്രെയിം സെറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസാണ്. സത്യം പറഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻവിസിബിൾ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വാക്കുകൾ കൊണ്ട് അധികം വിവരിച്ചാൽ ഉന്മാദവുമൊക്കെ നൽകുന്നതായിരുന്നു. അദ്ദേഹം താൽക്കാലികമായിട്ട് ഈ ഷോട്ട് അവസാനിപ്പിക്കുന്നു. മെട്രോ ട്രെയിൻ വഴി ഒന്ന് കറങ്ങി അതിന് ശേഷം നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. നമ്മൾ ആ യോട്ട് കണ്ടിരിക്കുകയാണ്. മനോഹരമായ യോട്ട്. റെസിഡൻസിൽ നിന്ന് ഇറങ്ങുകയാണ്, പുറത്തേക്ക് ഇറങ്ങുകയാണ്. വളരെ നല്ല ഹോസ്പിറ്റാലിറ്റി. ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അതിൻ്റെ ഇവിടെ
ഓരോ കാര്യങ്ങളുണ്ട്. ഇതാണ് താജ് മലബാർ റിസോർട്ടിൻ്റെ എൻട്രി ലെവലിലുള്ള ഒരു ബാഡ്ജിങ്. വളരെ ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടാണ് ഈ ബാഡ്ജിങ് തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളിപ്പോൾ താജ് മലബാർ റിസോർട്ട് ഹോട്ടലിൻ്റെ ഉള്ളിലാണ്, വെല്ലിംഗ്ടൺ ഐലൻഡിലെ. നേരത്തെ നമ്മൾ അവിടെ വെച്ച് കണ്ടില്ലേ, നമ്മുടെ മെറൈൻ ഡ്രൈവിൽ വെച്ച് കണ്ടത് താജ് ഗേറ്റ് വേ ആണ് കേട്ടോ. ഇത് താജ് മലബാർ റിസോർട്ടാണ്. നേരത്തെ നമ്മൾ മെറൈൻ ഡ്രൈവിൽ അവിടെ വെച്ച് കണ്ടത് താജ് ഗേറ്റ് വേ ആണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പ്രേക്ഷകർ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ താജ് മലബാർ റെസിഡൻസിയിലാണ്. വളരെ മനോഹരമായ കടൽ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താജ് മലബാർ റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ. അതിമനോഹരമായ ഈ റിസോർട്ടിൻ്റെ ഭംഗി പ്രിയ പ്രേക്ഷകരെ, വിൽസൺ സാറും ഞാനും ഇപ്പോൾ താജ് മലബാർ റിസോർട്ടിലാണ്, വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ളത്. വളരെ ഒരു മാർവലസ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണിത്. ഒരുപാട് സ്പെക്ടാക്കുലർ ആയിട്ടുള്ള നേച്ചേഴ്സ് ട്രീറ്റും ഇവിടെ അവൈലബിൾ ആണ്. പുറത്തേക്ക് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഓഷൻ്റെ അടുത്തായിട്ട് തന്നെ ആണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. വളരെ ഭംഗിയുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഹോസ്പിറ്റാലിറ്റി തോന്നിപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ്. എനിക്ക് വളരെ ഒരു കർട്ടീസ് ആയിട്ടുള്ള വെൽക്കമാണ് അവർ തന്നത്. അങ്ങനെ താജ് മലബാർ റിസോർട്ടിലെ വിശേഷങ്ങൾ തുടരുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ താജ് മലബാർ റിസോർട്ടിൻ്റെ മെനു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തോന്നുന്നു. ഈ മെനു കൊണ്ട് ഞാനും വിൽസൺ സാറും തല കറങ്ങി നിൽക്കുകയാണ്. താജ് ടീ, or rather the tea from Taj Malabar Resort. Dear folks, we are in Taj Malabar Resort. Here our one of our officers are trying to help us with this particular restaurant. So his name is Sharath. He will just take you through this particular restaurant. Thank you. റൈസ് ബോട്ട് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ മതിയല്ലോ. ഓക്കെ. ഇത് നമ്മുടെ ഒരു ടൗണിലെ ഒരു പ്രസ്റ്റീജിയസ് റെസ്റ്റോറൻ്റ് ആണ്, സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് നമുക്ക് ലഞ്ചും ഡിന്നറും ഓപ്പൺ ആണ്. ഇതൊരു ബോട്ട് ഷേപ്പ്ഡ് റെസ്റ്റോറൻ്റ് ആണ്. വെരി ക്ലോസ് ടു ദാറ്റ്. ഈ ഒരു വാട്ടർ ലെവൽ വേറെ എവിടെയും കിട്ടില്ല. ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് എനിക്ക് കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഫ്രഷ് ക്യാച്ച് വരും. ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. നമുക്ക് ഫ്രഷ് ഫിഷ് വന്നിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും. എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വെയ് ചെയ്യാം. വെയ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പ്രിപ്പറേഷൻസ് ഷെഫ് ഉണ്ടാക്കി തരുന്നതാണ്. അത് കോണ്ടിനെൻ്റൽ സ്റ്റൈലുണ്ട്, പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലുണ്ട്. അതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത. Thank you, sir. Let me just go through this. Sure.
സെറ്റ് ചെയ്തില്ല. ഫ്രഷ് ക്യാച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. ടേബിള് ഈ ഒരു വ്യൂ എടുത്താൽ ഓക്കെ ഇപ്പോൾ ഈവനിങ് വ്യൂ ഓക്കെ ഔട്ട്സൈഡ് വ്യൂ സൺസെറ്റ് ഇവിടെ നമുക്ക് കാണാതെ. ഓക്കെ. പിന്നെ ഷിപ്പെല്ലാം എത്ര ക്ലോസിൽ വരും? ഷിപ്പ് വളരെ അടുത്ത് വരുമല്ലേ? അതെ അതെ. സാധാരണ രീതിയിൽ കാണില്ല. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ രസകരമായിട്ട് അവർ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു പ്രത്യേക മൂഡിൽ നമുക്കിവിടെ ഇരിക്കാനും ചായ കഴിക്കാനും നമുക്ക് തോന്നിപ്പോകും. അത്ര അരിസ്റ്റോക്രാറ്റിക്കാണ്, അതേസമയത്ത് വളരെ ട്രഡീഷണലാണ്. അത്ര മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും. അത്ര മനോഹാരിത നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ഈ താജിൻ്റെ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ഭാഗം, അതായത് റൈസ് ബോട്ട് എന്നു പേരുള്ള ഈ പ്രീമിയം റെസ്റ്റോറൻറ്റ് ഭാഗം നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ വളരെ സ്മൂത്ത് ആൻഡ് വളരെ കോർഡിയലായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്ര രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇവിടെ ഇരുന്ന് ഒരു ചായ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സുഖം. സാറ് See, our Wilson sir is vlogging on the other side. He is using exact good adjectives for describing this particular beautiful place. Words are actually should be searched for to actually describe this particular place. It is having a very good ambience. Restaurant is having an anchor over here. I think it's not that much visible. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് താജ് മലബാർ റെസിഡൻസിയിലാണ്. വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള താജ് മലബാർ റെസിഡൻസിയിൽ എത്ര മനോഹരമായിട്ടാണ് ഇവരിവിടെ ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്ര രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇവിടെ ഇരുന്ന് ഒരു ചായ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സുഖം. സാറേ ഒന്നും കാണൂല പിന്നെ എന്ന് നിവിൻ പോളി പറഞ്ഞിട്ടുള്ളതുപോലെ അത്ര രസകരമായിട്ട് ഓരോ സ്ഥലങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്ര മനോഹരമായിട്ടാണ്. വളരെ അരിസ്റ്റോക്രാറ്റിക് ആയിട്ട് അതേസമയത്ത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിവിടെ കാണുന്നത്. രസകരമായിട്ടുള്ള കാഴ്ചകൾ, കായലിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗം. ഇത്രയും കായലിനോട് ചേർന്ന് മുട്ടി നിൽക്കുന്ന വാതിലുകൾ പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വെറുതെ ടേബിൾ പോലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു മനോഹാരിത എത്ര ഉണ്ടെന്ന്. താജ് മലബാർ റിസോർട്ടിലെ, അതായത് താജ് മലബാർ റിസോർട്ട് വെല്ലിംഗ്ടൺ ഐലൻഡിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രിയ പ്രേക്ഷകർ കാണുന്നത്. അതിമനോഹരമായ ഈ കാഴ്ചകൾ നല്ല ഒരു സംവിധാനം നൽകുന്നു. ഷാൻലിയേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നല്ല രസമുണ്ട് ഭാഗങ്ങളൊക്കെ കാണാൻ. ഓക്കെ, ഡൈനിങ് ടേബിളാണിത്. ഞാൻ ചായ കുടിക്കുന്നത് ഒരുപാട് VIP-സിനെ നമ്മൾ ഈ ഹോട്ടലിൽ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട്. വളരെ ശാന്തരായിട്ട് അതേസമയത്ത് വളരെ കുലീനത്വത്തോടു കൂടിയിരുന്ന് വൈകുന്നേരം ചായ കഴിക്കുന്ന പല VIP-സിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. പലരെയും ഒരുപക്ഷെ നമുക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം. പ്രിയ പ്രേക്ഷകരെ, ഞാൻ താജ് മലബാറിൻ്റെ ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസകരമായ ഈ കാഴ്ചകളിൽ ഈ കായലോരത്തിരുന്ന് ആടുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖം. നമ്മൾ നിവിൻ പോളി
പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ സാറേ ഒന്നും കാണൂല, ആകെ എല്ലാം മായയായി തീർന്ന പോലെയാണ് താജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ഈ ഊഞ്ഞാലിലിരുന്ന് ഇങ്ങനെ ആടുമ്പോൾ. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഊഞ്ഞാലിൽ നമ്മൾ കെട്ടുന്ന കയറ് പോലെയൊന്നുമല്ല, കെട്ടിയിരിക്കുന്ന പലതും ഗോൾഡൻ നല്ല നിലവിളക്ക് പോലെയുള്ള നല്ല ലോഹത്തിൻ്റെ മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ഊഞ്ഞാലിൻ്റെ വള്ളികൾ പോലും. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളിവിടെ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള താജ് മലബാർ റെസിഡൻസിയിൽ ഒന്ന് കയറിയിരിക്കുകയാണ്. വളരെ മനോഹരമായ സ്ഥലം, കായലിനോട് വളരെ ചേർന്ന് കിടക്കുന്ന താജ്, സ്വപ്നങ്ങളിൽ കാഴ്ചകളിൽ മാത്രം കണ്ടിട്ടുള്ള താജ് മലബാറിലേക്കൊന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും കേരള തനിമയാർന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. വളരെ രസകരമായിട്ട് ഭംഗിയായിട്ട് അതേ സമയത്ത് കസ്റ്റമേഴ്സിന് കേരളത്തിലെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലുമൊക്കെ ചെയ്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഹൗസ് ബോട്ടുകളും മറ്റ് അല്ലാതെയും ചരക്ക് വാഹനങ്ങളും ഒക്കെയായിട്ട് പലതും ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് അകലെ നിന്നൊക്കെ കാണാൻ സാധിക്കും. മനോഹരമായ ഒരു കാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താജ് ഒരു നല്ല എക്സ്പീരിയൻസ്. ഇത് താജ് മലബാറിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. വളരെ ഫാബുലസ് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു ബിൽഡിങ്ങും അതുപോലെ തന്നെ വളരെ നല്ല ഒരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ്. ചെറിയൊരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്, റൈസ് ബോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു സേഫായിട്ടുള്ള പ്ലേസ് തന്നെയാണ്. താജ് മലബാറിൻ്റെ ഇൻറ്റീരിയർ വ്യൂ ആണത്. താജ് മലബാർ റിസോർട്ടിൻ്റെ ഒരു ഔട്ടർ ഗാർഡൻ വ്യൂ ആണ്. നല്ല ഫാബുലസ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇത് നമുക്ക് നല്ല പൈൻ ട്രീ ഒക്കെ കാണാം. നല്ല രസമുണ്ട്. നല്ല ലോൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. മനോഹാരിത നിറഞ്ഞ ഈ സ്ഥലം കായലിനോട് വളരെ അടുത്താണ്. കായലിനോട് വളരെ വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഈ റിസോർട്ട്. നല്ല ഒരു വ്യൂ നിറഞ്ഞ റിസോർട്ടാണിത്. താജ് മലബാർ റിസോർട്ട്. നമ്മൾ നേരത്തെ ബോട്ടിൽ പോകുമ്പോൾ ഇതിൻ്റെ വ്യൂസ് കണ്ടിരുന്നു. അത് ആ ദേവസ്വം ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് താജ് മലബാർ റിസോർട്ട് വരുന്നത്. നമ്മൾ നേരത്തെ താജ് മലബാർ റിസോർട്ട് ദേവസ്വം ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണെന്നുള്ള ഒരു സത്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് റിസോർട്ടിൻ്റെ മുകൾ ഭാഗം. താജ് മലബാർ റിസോർട്ടിൻ്റെ ഒരു ബിൽഡിംഗ് വ്യൂ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഈ കാഴ്ച, നല്ല രസമുണ്ട്. ഇവിടെ നമ്മുടെ വിൽസൺ സാറ് ഫോട്ടോകൾ പകർത്തി സന്തോഷവാനായിട്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ പാൻ ചെയ്തിട്ടുള്ളൊരു ഷോട്ടാണ് എടുക്കുന്നത്. ആ ഫ്രെയിമിലേക്ക് എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. നമ്മൾ പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ഇപ്പോൾ താജ് റെസിഡൻസിയുടെ ഔട്ട്വേർഡ് ഡൈനിങ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ലൊരു മനോഹരമായ ഒരു ലോൺ ഉണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ താജ് റെസിഡൻസിയുടെ ഒരു വലിയ ഹാള്. അതോടൊപ്പം തന്നെ റെസിഡൻഷ്യലായിട്ടുള്ള റൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ ഈ കാഴ്ച നമുക്ക് കാഴ്ചക്കാർക്കൊക്കെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ആ ഇളം വെയിലിൽ ഇങ്ങനെ സ്വർണം തിളങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന പുൽത്തകിടുകളും അതിൻ്റെ ബാക്കിലുള്ള താജ് മലബാർ റിസോർട്ട് വളരെയധികം നയനാഭിരാമമായ കാഴ്ച തന്നെയാണ്. ഓരോ വിഷ്വലും ഇവിടെ ഫ്രെയിം സെറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസാണ്.
സത്യം പറഞ്ഞാൽ ഇത് പല ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് അതിനാവശ്യമുള്ള പാനിങ്ങും അതുപോലെ തന്നെ അതിനാവശ്യമുള്ള സൂമിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഇതേ സ്പോട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു ക്രെയിൻ ക്യാമറയോ അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷ്വൽസ് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും. വളരെ ഭംഗിയുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ. അത് വാക്കുകൾ കൊണ്ട് അധികം വിവരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവത്തിൻ്റെ സന്തോഷം കുറയും. നിങ്ങളെപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഈ സിറ്റുവേഷൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും വിൽസൺ സാറിൻ്റെയും ആഗ്രഹം. നമ്മുടെ ക്യാമറമാനായിട്ടുള്ള വിൽസൺ സാറിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം നമുക്ക് ഉത്തേജനവും ഉന്മാദവുമൊക്കെ നൽകുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വിഷ്വൽസും ഞാൻ ഇതിനോടുകൂടി വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ്. അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസും അദ്ദേഹം വ്ളോഗ് ചെയ്തിട്ടുള്ള വിഷ്വൽസും ഞാൻ ഇടുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകർക്ക് വിൽസൺ സാറിൻ്റെ കമൻട്രിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ താൽക്കാലികമായിട്ട് ഈ ഷോട്ട് അവസാനിപ്പിക്കുന്നു. ഇനി അവിടുത്തെ മാനേജറെ കണ്ട് ഞങ്ങൾ താൽക്കാലികമായ ഒരു വിട ചൊല്ലിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ലുലു മാളിലേക്കാണ്. അവിടെ നിന്നും മെട്രോ ട്രെയിൻ വഴി ഒന്ന് കറങ്ങി അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. വ്യൂ എത്ര ഷൂട്ട് ചെയ്താലും മതിയാവണില്ല അല്ലേ മാഷേ? അത്ര രസമുണ്ടല്ലോ ഇത് കാണാൻ. പ്രിയപ്പെട്ടവരെ, താജ് റെസിഡൻസി വെല്ലിംഗ്ടണിൽ നിന്നും ഇന്നത്തെ ഈ സായാഹ്ന കാഴ്ചകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. താജിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്പീഡ് ബോട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഏകദേശം 6 മണിയോടുകൂടി അടുത്തിരിക്കുകയാണ്. മനോഹരമായ പല പല കാഴ്ചകളും ഇതിലിങ്ങനെ നമുക്ക് കാണാം. താജിൻ്റെ എല്ലാവിധ വ്യൂസുമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ബൃഹത്തായ താജ് റെസിഡൻസിയാണ് മുകളിൽ കാണുന്നത്. ഒപ്പം നല്ല കാറ്റോടുകൂടി നല്ല പ്രകൃതിയും നല്ല ആകാശവും തെളിമയുള്ള ആകാശവും നമുക്കിവിടെ കാണാം. വീണ്ടും സ്പീഡ് ബോട്ടിലേക്ക് നമ്മൾ ആ യോട്ട് കണ്ടിരിക്കുകയാണ്. മനോഹരമായ യോട്ട്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിവിടെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ താജ് മലബാർ റെസിഡൻസിയുടെ സായാഹ്നം വളരെ സന്തോഷകരമായി ആസ്വദിക്കുകയാണ്. ഇവിടെ എത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ ലോണും എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഒരിടത്തും നമുക്ക് എത്ര മനോഹരമായിട്ട് ലോൺ സെറ്റ് ചെയ്തിരിക്കുന്നതോ അതിൻ്റെ മനോഹാരിതയോ ഒരുപക്ഷെ ആസ്വദിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇവിടെ ഇത് എന്താ പറയുക, ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നമ്മൾ വന്ന് ഇത് ആസ്വദിക്കണമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള മനോഹരമായ കാഴ്ചയാണ്. ഇതിൻ്റെ അകത്തളങ്ങളിലേക്കുമൊക്കെ കടക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, കണ്ടോ എത്ര നല്ല ഓരോ കാഴ്ചകളും വരുമ്പോൾ എത്ര രസകരമായിട്ടാണ് നമ്മൾ കടക്കുന്നതെന്ന് നോക്കാം. ഓരോ ഇരിപ്പിടങ്ങളും ഇവിടുത്തെ താജ് മലബാർ റെസിഡൻസിയുടെ ഇടനാഴികളാണിത്. ഈ ഇടനാഴിയിൽ നിന്നുകൊണ്ട് ഈ സായാഹ്നം ആസ്വദിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമായിരിക്കും എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവുകയാണ്. അപ്പോൾ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഹോസ്പിറ്റാലിറ്റി അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്.
ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ താജ് മലബാർ റെസിഡൻസിയാണ് നമുക്കിവിടെ ഉള്ളത്. ഓരോരുത്തരും എല്ലാ കാര്യങ്ങളിലും എത്ര മനോഹരമായിട്ടാണ് നമ്മളോട് സഹകരിക്കുന്നത്. എന്ത് കാര്യവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോന്നും ഓർത്ത് നോക്കൂ. അവരുടെ ആ റിസപ്ഷൻ, എത്ര രസകരമായിട്ട് ആ റിസപ്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എല്ലാം വളരെ മനോഹരം എന്ന് തന്നെ പറയാനുള്ളൂ. നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെയുള്ള അവരുടെ കൗണ്ടറിലും ആ സ്വീകരണവും എല്ലാം ആണെങ്കിൽ താജ് മലബാർ ഒരു റോയൽ എന്ന് മാത്രം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത്രയും രാജകീയമായിട്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളും. പ്രവീൺ സാറിൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നമ്മുടെ കൗണ്ടറിൽ ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ അതിൻ്റെ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. താജ് മലബാർ റെസിഡൻസിയിലെ പൂളാണ് നമ്മളിവിടെ കാണുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് രാത്രിയിലുള്ള താജ് പ്ലാസയിലുള്ള താജ് മലബാർ റിസോർട്ടിലുള്ള വ്യൂ. നല്ല രസമുണ്ട്, ഷിപ്പ് ലൈറ്റൊക്കെ ഇട്ടിട്ട്. നമ്മുടെ വിൽസൺ സാറ് നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ഒരുപാട് ഷോട്ട്സ് നമുക്ക് വേണ്ടി കവർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കമ്പനി ഇല്ലെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു. നല്ല രസകരമായ ഷോട്ട്സാണ്. ലൈറ്റുള്ള ആംബിയൻസും ലൈറ്റൊക്കെ ഇട്ട് അതിമനോഹരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. താജ് റെസിഡൻസിയുടെ ഒരു യോട്ടാണ്, അവരൊരു സ്പീഡ് ബോട്ടും കാണാം. ചില പാക്കേജുകളിൽ ഇത്തരം സ്പീഡ് ബോട്ട് റൈഡുകളും അതുപോലെ തന്നെ ഈ യോട്ടിൻ്റെ യാത്രയും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുമെന്നുള്ള കാര്യം ഇവിടുത്തെ മാനേജർ നമ്മളെ അറിയിക്കുകയുണ്ടായി. വളരെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു യോട്ടാണ്. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. താജ് റെസിഡൻസി മലബാർ റിസോർട്ട്സ് വളരെ രസമുണ്ട് കാണാൻ. അതിൻ്റെ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ഒരു ഫങ്ഷനിങ് ഒക്കെ തന്നെ വളരെ രസകരമായ സാഹചര്യമാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താജ് റെസിഡൻസിയുടെ ഒരു സ്പീഡ് ബോട്ടാണ്. വളരെ രസമുണ്ട് ഇത് കാണാൻ. അവിടെ നമ്മുടെ ആ കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സ്പീഡ് ബോട്ട് കിടക്കുന്നു. ഇത് കാണാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. കോസ്കോ ഷിപ്പിങ്ങിൻ്റെ കാർഗോ കപ്പലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് താജ് മലബാർ റെസിഡൻസി എന്നുള്ളൊരു വ്യൂ ആണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ പ്രവീൺ സാറിനെ വെച്ചുകൊണ്ട് താജ് മലബാർ റെസിഡൻസിക്ക് ഇത് കിട്ടുവാ അങ്ങനെയുണ്ടോ? പ്രിയപ്പെട്ടവരെ, താജ് മലബാർ റെസിഡൻസിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഞങ്ങളിവിടെ പ്രവീൺ സാറിൻ്റെ ചിരിക്കുന്ന മുഖം ഇവിടെ പകർത്തുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി താജ് റെസിഡൻസിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രവീൺ സാറിനെയാണ് ഇവിടെ കാണുന്നത്. എത്ര രസകരമായിട്ട് സന്തോഷകരമായിട്ട് ഈ ഒരു നല്ല കാലാവസ്ഥയിൽ ഈ കായലിൻ്റെ കുളിരോരത്ത് അദ്ദേഹം ആ തണുപ്പും കാറ്റുമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ആ കായലോരത്തോടുകൂടി സന്തോഷത്തോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, നടക്കുകയാണിപ്പോൾ. എത്ര രസകരമായിട്ടാണ് ആ സന്തോഷം കാണുന്നത്. താജ് റിസോർട്ട് കാണാനായിട്ട് സാധിക്കും. വളരെ ഒരു മാർവലസ് ആയിട്ടുള്ള ഒരു റിസോർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഒരു പ്രത്യക്ഷ ആയിട്ടുള്ള
കാഴ്ചയാണ്. പ്രത്യേകിച്ച് ആ ഇളം വെയിലിൽ തകിടികൾ, അതിൻ്റെ ബാക്കിലുള്ള താജ് മലബാർ റിസോർട്ട് വളരെയധികമുള്ള വിഷ്വൽസാണ്. ആവശ്യമുള്ള സൂമിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വിഷ്വൽസ് നമുക്കിത് അത് വാക്കുകൾ കൊണ്ട് അധികം വിവരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കറങ്ങി അതിന് ശേഷം നിങ്ങൾ തിരിച്ച് നമ്മൾ ആ യോട്ട് കണ്ടിരിക്കുകയാണ്. മനോഹരമായ യോട്ട്.